ഉരുക്ക് വെളിച്ചെണ്ണയുടെ മരുന്നുഗുണം പണ്ടുതൊട്ടേ പ്രസിദ്ധമാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പേ ആയുർവേദം ഇതിന്റെ ഉപയോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. മുലപ്പാലിൽ അടങ്ങിയിട്ടുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകളും മോണോഗ്ലിസറൈഡുകളും ഉരുക്കെണ്ണയിലുണ്ട്. മുലപ്പാല് കഴിഞ്ഞാൽ ഏറ്റവും അധികം ലോറിക് ആസിഡ് ഉള്ളതും ഉരുക്കെണ്ണയിലാണ്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗകാരികളെ നശിപ്പിക്കാൻ ലോറിക് ആസിഡിന് കഴിയും. ഉരുക്കെണ്ണ സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി കൈവരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികർ തലയിൽ തേയ്ക്കാനും ശരീരത്തിൽ പുരട്ടാനും കൊച്ചുകുഞ്ഞുങ്ങളെ തേച്ചു കുളിപ്പിക്കാനുമെല്ലാം ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു. തൊലിയിൽ ചുളിവുകൾ ഉണ്ടാവുന്നത് തടയുന്നതിനാൽ ഉരുക്ക് വെളിച്ചെണ്ണ സ്ഥിരമായി കഴിക്കുന്നത് യുവത്വം നിലനിർത്താൻ ഉത്തമമാണ്. 100% പരിശുദ്ധവും ജൈവവും പ്രകൃതിദത്തവുമായ ഉരുക്ക് വെളിച്ചെണ്ണയെ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നു. ജമൈക്കക്കാർ ഏത് രോഗത്തിനും ആദ്യം നൽകുന്ന ഔഷധം ഇതാണ്. ഹവായിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ കുട്ടികൾക്ക് ടോണിക്കായി നൽകുന്നു. ഏറ്റവും കൂടുതൽ ഉരുക്കെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഫിലിപ്പൈൻസിൽ സൗന്ദര്യവർദ്ധനവിന് പുറമെ മുറിവുണക്കാനും ഇതുപയോഗിക്കുന്നുണ്ട്. എയ്ഡ്സ് രോഗികളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉരുക്ക് വെളിച്ചെണ്ണ ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. വെർജിൻ ഓയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഉപയോഗം ത്വരിതപ്പെടുത്തുകയും ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും ഇത് ഗുണം ചെയ്യും. പെട്ടെന്ന് ഊർജം നൽകുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ കായിക താരങ്ങളുടെ ഇഷ്ടഭക്ഷണമാണ്. ക്യാപ്സൂൾ രൂപത്തിലും വെർജിൻ ഓയിൽ ഉപയോഗിച്ചു വരുന്നു. ആഹാരമായും ഔഷധമായും സൗന്ദര്യവർദ്ധക വസ്തുവായുമൊക്കെ ഉരുക്കെണ്ണ എന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. സാധാരണ വെളിച്ചെണ്ണയെ കൊളസ്ട്രോൾ കൂട്ടുന്ന ഒരു ഘടകമായി വിദേശികൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ കൊളസ്ട്രോൾ ഘടകങ്ങളെ വളരെ ഗുണകരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കുന്ന ഈ ഗവേഷണം കൂടെ തെളിഞ്ഞിരിക്കുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഉപയോഗം മറ്റ് പല പൂരിത എണ്ണകളുടെ ഉപയോഗത്തെക്കാളും ഗുണകരമായി നമ്മുടെ ശരീരത്തിലെ മൊത്തം കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതായും അതുപോലെ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ അതിലെ ഹൃദ്രോഗബാധയെ ചെറുക്കുന്നതിന് സഹായകരമായ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL കൊളസ്ട്രോളിനെ ഗുണകരമായി കൂട്ടുന്നതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏത് എണ്ണകളെ അപേക്ഷിച്ചും നമ്മളെ രോഗത്തെ ചെറുക്കുവാനും ആരോഗ്യ സംരക്ഷണമായ കാര്യത്തിലും വെർജിൻ കോക്കനട്ട് ഓയിൽ മുൻപന്തിയിലാണെന്നുള്ള കാര്യത്തിൽ ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗം കൂടുതൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ മലയാളികളുടെ ആരോഗ്യത്തിന് തീർത്തും നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഉരുക്കെണ്ണയുടെ ഉൽപാദനവും ഉപഭോഗവും ലോകമെങ്ങും വർദ്ധിക്കുകയാണ്. വെളിച്ചെണ്ണയെ തള്ളിപ്പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളും വൻതോതിൽ ഉരുക്കു വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ പ്രധാന നാളികേര ഉൽപാദന രാജ്യങ്ങളിലും ഉരുക്കു വെളിച്ചെണ്ണ എന്ന വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ നിർമ്മാണം വളരെയധികം പുരോഗതി കൈവരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അമേരിക്ക അടക്കമുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും ഇതിൻ്റെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്നതുമായിട്ടാണ് നമുക്ക് ആധികാരികമായ രേഖകളിലൂടെ കാണാൻ കഴിയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യം ഫിലിപ്പൈൻസാണ്. ഈ അടുത്ത കാലത്തായി ഇറങ്ങിയ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2001 ഫിലിപ്പൈൻസിൽ നിന്നും 1.8 മെട്രിക് ടൺ ഉരുക്ക് വെളിച്ചെണ്ണ കയറ്റി വച്ചിരുന്ന സ്ഥാനത്ത് 2005 ആയപ്പോഴേക്കും അത് 445 മെട്രിക് ടൺ ആയി എന്നുള്ളത് തന്നെ ഇതിൻ്റെ സാധ്യതയെ നമുക്ക് കാണിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. ശരാശരി 22 തേങ്ങയിൽ നിന്നും 1 ലിറ്റർ ഉരുക്കു വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാം. ഇതിന്റെ വില 500 രൂപ. ഇതിനൊപ്പം 100 രൂപ വിലയുള്ള കോക്കനട്ട് സ്ക്വാഷ്, 200 രൂപയുടെ ചമ്മന്തിപ്പൊടി, 200 രൂപയുടെ തേങ്ങ ഉണ്ട എന്നിവയും തയ്യാറാക്കാം. ഇന്ധന ചെലവും സാധന വിലയും കഴിച്ചാലും ഒരു നാളികേരത്തിൽ നിന്നും ശരാശരി 26 രൂപ വരെ നേടാം. നഷ്ടം കൊണ്ട് വലയുന്ന കേരളത്തിലെ തെങ്ങു കർഷകർക്ക്
ലാഭത്തിന്റെ പുതിയ വഴികൾ തുറക്കുകയാണിവിടെ. കേരളത്തിലെ നാളികേര കർഷകർക്ക് നാളികേരത്തിൻ്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി തിരഞ്ഞെടുക്കുന്നതിന് വളരെയേറെ സാധ്യതയാണ് ഉരുക്ക് വെളിച്ചെണ്ണയുടെ നിർമ്മാണത്തിലൂടെ നമുക്ക് സാധ്യമാവുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിന് പ്രത്യേകിച്ച് ഉപകരണങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റോ മെറ്റീരിയലിന് വേണ്ടത് നാളികേരമാണ്. അത് നമുക്ക് വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഭക്ഷണമായും മരുന്നായും സൗന്ദര്യവർദ്ധകമായും ലോകം ഉരുക്ക് വെളിച്ചെണ്ണയെ സ്വീകരിക്കുകയാണ്. നാളികേരത്തിന്റെ ഈ നന്മയെ നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാം. ഉരുക്കെണ്ണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക